നിരാശയുണ്ട് എന്ന് അനുയായികൾ സിംഹം എന്ന് വിളിക്കുന്ന കെ സുധാകരൻ എനിക്ക് നിരാശയുണ്ട് എന്ന് തന്നെ പറയുന്നു. അതിന് പിന്നിൽ KC വേണുഗോപാലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനാകുന്ന വിധത്തിൽ ചില പ്രസ്താവനകൾ നടത്തുന്നു. പാർട്ടിയുടെ തകർച്ച ലക്ഷ്യമിടുന്ന ആളുകളാണ്. എന്ന് വെച്ചാൽ എന്നോട് ഇത് ചെയ്താൽ പാർട്ടിക്ക് തകർച്ച തന്നെ ഉണ്ടാകുമെന്നാണല്ലോ കെ സുധാകരൻ പറഞ്ഞതിനർത്ഥം. അപ്പോൾ വലിയ പ്രശ്നത്തിലേക്ക് പോകും എന്നൊരു തോന്നലാണ് ഇപ്പോൾ എനിക്കുള്ളത്. ഞാൻ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ കോൺഗ്രസ് സുഗമമായിട്ട് മുന്നോട്ട് പോകുമെന്ന അഭിപ്രായം വിചാരിച്ചിരുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കെ സുധാകരൻ ഇത് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കെ സുധാകരന് കെ മുരളീധരൻ്റെയും ശശി തരൂരിൻ്റെയും 2 പ്രധാനപ്പെട്ട നേതാക്കളുടെ പിന്തുണ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ്. ഇതിനകത്ത് ഒരു ടവറിംഗ് പേഴ്സണാലിറ്റി എന്ന നിലക്ക് എന്ത് പ്രശ്നം വന്നാലും KPCCയെ കോൺഗ്രസിനെ പിടിച്ചു നിർത്താവുന്ന ഒരാളല്ല ഇപ്പോഴത്തെ അധ്യക്ഷൻ. ഞാൻ കഴിഞ്ഞ ദിവസം സണ്ണി ജോസഫിനെ പറ്റി നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ ആളാണ്. അദ്ദേഹം അതിന് പ്രാപ്തിയുള്ള ആളാണ്. പക്ഷേ ആ പ്രാപ്തി അദ്ദേഹത്തിന് അവിടെ വന്ന് ആ സ്ഥാനത്തിരുന്നിട്ട് ആ സ്ഥാനത്തിൻ്റെ കൂടെ ഗരിമ കിട്ടിയാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ പ്രാപ്തി പ്രദർശിപ്പിക്കാൻ പറ്റൂ. ഇവിടെ അതിനുള്ള അവസരം കിട്ടുന്നതിന് മുന്നേ കെ സുധാകരൻ, അതും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന കെ സുധാകരൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിലും ഇനി അങ്ങോട്ട് പ്രശ്നമായിരിക്കും എന്ന സൂചനയാണല്ലോ ഈ നൽകിയിരിക്കുന്നത്. അതായത് തകരും പാർട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് കടുത്ത നിരാശയുണ്ട് എന്ന് പറയുകയാണ്. കെ സുധാകരനെ പോലെ KPCC അധ്യക്ഷനായിരുന്ന ഒരാൾ ശക്തമായിട്ട് കാര്യങ്ങൾ പറയുമെന്ന് കേരള സമൂഹത്തിനാകെ തന്നെയും അറിയാവുന്ന, വളരെ ശക്തമായിട്ടോ ഉറച്ച വാക്കുകളിലൂടെ വളരെ ഉറക്കെ സംസാരിക്കുന്ന, തുറന്നടിക്കുന്ന ഈ നേതാവ് ഇങ്ങനെ പറഞ്ഞാൽ സണ്ണി ജോസഫിന് KPCC അധ്യക്ഷൻ എന്ന നിലക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇങ്ങനെ ദുർബലമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ മറ്റ് താല്പര്യങ്ങളുള്ള നേതാക്കൾ അതിനകത്തുകൂടെ കയറിയിട്ട് ഇപ്പം ചില നേതാക്കൾ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുകയും മറ്റും ചെയ്ത് കുഴപ്പങ്ങളെ കൂടുതൽ വലുതാക്കുകയില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും 2ാം തവണയും പിണറായി വിജയൻ ഭരിച്ചിട്ട് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് ഇവർ വിചാരിക്കുന്നു. 3ാം തവണ വരില്ല ഉറപ്പായിട്ടും എന്ന് വിചാരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന് ഒറ്റക്കെട്ടായി നിന്ന് മുന്നോട്ട് പോകാനുള്ള സാഹചര്യമെല്ലാം ഉണ്ട് എന്ന് ചെറുപ്പക്കാരെല്ലാം വിചാരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരൊറ്റ നിരാശാ പ്രകടനം തന്നെയും പ്രശ്നമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്.